റെക്കോർഡ് ചൂടാണ് നമ്മുടെ കേരളത്തിലിപ്പോൾ. ഈ ചൂടത്ത് ദാഹവും നകറ്റാനായിട്ട് ഞാൻ മെറൈൻ കഫേ എന്ന് പറഞ്ഞ ചെറിയ കടയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ എറണാകുളം മെറൈൻ ഡ്രൈവിൽ ഏറ്റവും പുതിയ എൻട്രൻസ് ഉണ്ട്, അബ്ദുൽ കലാം മാർഗ് എന്നുള്ള. അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ചെറിയ കട. ഇവിടെ ഞാൻ ട്രൈ ചെയ്യാൻ വന്നിരിക്കുന്നത് എറണാകുളത്തുകാരുടെ സ്പെഷ്യൽ കുലുക്കി സർബത്താണ്. 10 തരം കുലുക്കി സർബത്ത്, അവൽ മിൽക്ക് ഉൾപ്പെടെ പലതരം വെറൈറ്റി ജ്യൂസുകളുള്ള ഈ കട സാമാന്യം നല്ല നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ പരിസരത്തുള്ളതിൽ വെച്ച് ബെസ്റ്റ് കടയാണെന്ന് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ 3 കുലുക്കി സർബത്ത് ട്രൈ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഒരു ബൂസ്റ്റ് കുലുക്കി, അതുപോലെ ഒരു മുന്തിരി കുലുക്കി, അതുപോലെ പച്ചമാങ്ങ കുലുക്കി. ഇതിലെ ബൂസ്റ്റ് കുലുക്കി എൻ്റെ ഫേവറേറ്റ് ആണ്. ബാക്കി രണ്ടും ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നതിൻ്റെ കോപ്രായങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് നല്ല കുലുക്കി സർബത്താണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്ക് ഉള്ള ഒരു കടയാണിത്. ഇവിടെ മെറൈൻ ഡ്രൈവ് ഭാഗത്ത് നല്ല തിരക്കുള്ള ഒരു കട തന്നെയാണിത്. ഞാൻ ഓർഡർ ചെയ്ത 3 കുലുക്കികളാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നല്ല മിൽമ പാലൊക്കെ വെച്ചുണ്ടാക്കുന്ന ഇവരുടെ ബൂസ്റ്റ് കുലുക്കി, എറണാകുളത്തെ ഏറ്റവും ബെസ്റ്റ് ബൂസ്റ്റ് കുലുക്കി ഈ മെറൈൻ കഫേയിലാണെന്ന് പറയാൻ കഴിയും. അങ്ങനെ കുലുക്കി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ബൂസ്റ്റ് കുലുക്കി ഞാൻ നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിന് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. ഈ മുന്തിരി കുലുക്കിയിലും പച്ചമാങ്ങയിലും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പച്ചമാങ്ങയാണ്. പച്ചമാങ്ങയ്ക്കകത്ത് ഇച്ചിരി ഉപ്പ്, അതുപോലെ തന്നെ നാരങ്ങ, അതുപോലെ പച്ചമുളക്, നല്ല ധാരാളം ഐസ്, ഇതെല്ലാം ഇത്തിരി മധുരം എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് വായിൽ. ഈ വേനൽക്കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഡ്രിങ്കാണ് ഈ പച്ചമാങ്ങ കുലുക്കി തോന്നുന്നു. 40 രൂപയാണ് വില. ബാക്കി 2 കുലുക്കികൾക്കും ബൂസ്റ്റും അതുപോലെ തന്നെ മുന്തിരിക്കും 30 രൂപയാണ് വില. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ഗ്യാരണ്ടി. ഈ സ്പെഷ്യൽ കുലുക്കി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.